ഇടുക്കി വണ്ടിപ്പെരിയാറിൽ പോപ്സ് എസ്റ്റേറ്റിന്റെ ക്രൂരതയിൽ വൈദ്യുതി മുടങ്ങിയ സഹോദരിമാരായ ഹർഷിനിയുടെയും ഹാഷിനിയുടെയും വീട്ടിൽ വൈദ്യുതി എത്തും. അടിയന്തരമായി കണക്ഷൻ നൽകണമെന്ന് ജില്ലാ കളക്ടർ KSEBിക്ക് ഉത്തരവിട്ടു. കുട്ടികളുടെ കുടുംബത്തിന്റെയും ദുരിതം ജനം TV വാർത്തയാക്കിയതിന് പിന്നാലെയാണ് നടപടി. ജനം ബിഗ് ഇംപാക്ട്. മെഴുകുതിരിവെട്ടത്തിൽ കണ്ണെരിഞ്ഞുള്ള ഹാഷിനിയുടെയും ഹാഷിനിയുടെയും പഠനം അവസാനിക്കുകയാണ്. ഇനി വൈദ്യുതി വെട്ടത്തിൽ ബുദ്ധിമുട്ടുകൾ ഏതുമില്ലാതെ കുട്ടികൾക്ക് പഠിക്കാം. 2 മാസമായി വൈദ്യുതി ഇല്ലാതെയുള്ള കുട്ടികളുടെയും കുടുംബത്തിന്റെയും ദുരിതജീവിതം ജനം TV വാർത്തയാക്കിയതിന് പിന്നാലെയാണ് വീട്ടിൽ വൈദ്യുതി കണക്ഷൻ അടിയന്തരമായി പുനഃസ്ഥാപിക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടത്. മുമ്പ് വണ്ടിപ്പെരിയാർ ക്ലബ്ബിൽ നിന്നാണ് കുട്ടികളുടെ വീട്ടിലേക്ക് വൈദ്യുതി എത്തിച്ചിരുന്നത്. കാലപ്പഴക്കത്തെ തുടർന്ന് ഇവിടേക്കുള്ള വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞതോടെ കുട്ടികളുടെ വീട്ടിലെ വൈദ്യുതിയും ഇല്ലാതായി. പിന്നാലെ KSEB വീട്ടിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ എത്തിയെങ്കിലും പോപ്സ് എസ്റ്റേറ്റ് മാനേജ്മെന്റ് തടസ്സമുന്നയിക്കുകയായിരുന്നു. എസ്റ്റേറ്റുമായി ഉടമസ്ഥ തർക്കത്തിലുള്ള സ്ഥലത്തേക്ക് വൈദ്യുതി നൽകാൻ പോസ്റ്റ് ഇടാൻ അനുവദിക്കില്ലെന്ന എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ നിലപാടാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത്. എന്നാൽ വൈദ്യുതി അവശ്യ സർവീസിൽപ്പെടുന്നതാണെന്നും ഇത് തടയാൻ ആർക്കും അവകാശമില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് ജില്ലാ കളക്ടറുടെ ഉത്തരവ്. 2 ദിവസത്തിനകം കുട്ടികളുടെ വീട്ടിൽ വൈദ്യുതി എത്തും. കോടതി വ്യവഹാരങ്ങൾ തുടരുന്ന ഉടമസ്ഥ തർക്കം നിലനിർത്തിയാണ് കണക്ഷൻ നൽകാൻ കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നത്. വീട്ടിൽ വീണ്ടും വൈദ്യുതി എത്തുന്നതിന്റെ സന്തോഷത്തിലാണ് ഹാഷിനിയും ഹാഷിനിയും. ജനം, ഇടുക്കി.